ഞാൻ പറയാറുണ്ട്, ഈമാന്റെ കാര്യത്തിൽ എല്ലാവരും ക്ലിയറാണ്. നിസ്കരിക്കുന്ന വിഷയത്തിൽ നിസ്കരിച്ച് സലാം വീട്ടിയാ പിന്നെ പോകുന്ന വീട്ടിലേക്ക് പോകുമ്പോ മനുഷ്യന്റെ ഹൃദയം ആദ്യത്തെ അതേ അവസ്ഥയിലേക്ക് മാറുക. കാരണം എന്താ? ഒരു ഭാഗത്ത് നിസ്കരിക്കുന്നുണ്ട്, മറുഭാഗത്ത് പലിശ ഇടപാട് നടത്തുന്നുണ്ട്. ലോണ പെണ്ണുങ്ങളെ പണ്ടം ലോണില, ഓൻ തന്നെ മാസാമാസം ലോൺ അടിച്ചുകൊണ്ടിരിക്കുക. ഹക്കും ചെയ്യുക, ബാത്തിലും ചെയ്യുക. ആള് നല്ലോണം നിസ്കരിക്കാൻ വരുന്നുണ്ട്, കുടുംബമായിട്ട് ഭയങ്കര പിണക്കില. നല്ലോണം ഖുർആൻ ഓതുന്നുണ്ട്, മരിയോളോട് ഒരൊറ്റ നല്ല വർത്താൻ ആ നാവുമെന്ന് വന്നിട്ടില്ല. ഉള്ള കുത്തുവാക്കും പരദൂഷണവും അല്ലാണ്ട് നല്ലോണം പടച്ചോന്റെ ഖുർആൻ ക്ലാസ്സിന് പോകുന്നുണ്ട്. സ്വന്തം വീട്ടിലെ വാപ്പനെയും ഉമ്മനെയും നോക്കിയിട്ട് അവർക്ക് മനസ്സിലൊരു സമാധാനം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഈമാനേ ഉള്ളൂ, സ്വഭാവം നന്നായിട്ടില്ല. ഈമാനും സ്വഭാവം പൂർത്തീകരിക്കപ്പെടുന്നത് അഹ്സനുക്കും ഖുലുഖ, അവന്റെ സ്വഭാവം അവൻ നന്നാക്കുമ്പോൾ മാത്രമാ. ഒരു ഉദാഹരണത്തിന്റെ ഭാഷയെ പറഞ്ഞ ചില ആളുകളൊക്കെ ഇങ്ങനെ പ്രസംഗിക്കുന്നത് കൊണ്ടാവാം നമ്മളെ വിളിച്ചിട്ട് പറയും, ഉസ്താദേ പിയാപ്പിളയൊക്കെ നല്ല പിയാപ്പിളയാ, എന്തു പറഞ്ഞാലും വാങ്ങിത്തരും, എവിടേക്ക് പോണം എന്ന് പറഞ്ഞാലും കൊണ്ടുപോകും. പിന്നെ ഒരാകെ കുഴപ്പമുള്ളത് എന്താന്ന് ചോദിച്ചാൽ ചൂടായ പ്രാന്തന. പിന്നെന്താ പറയുന്നത് ഓർമ്മ ഉണ്ടാകിയാൽ എല്ലാ തെറിയും വിളിക്കും. ചിലപ്പോ തല്ലം വരെ കയ്യോങ്ങും പിടിച്ചുന്തും. ഇഞ്ച വാപ്പാൻ പറയും, ഇഞ്ച വല്യാപ്പാനെയും പറയും, ഉമ്മാനെയും പറയും. അതിന്റെ അർത്ഥം നല്ലോനാന്നല്ല. ഓന്റെ നിസ്കാരവും നോമ്പും ക്ലിയറാ. പക്ഷെ ഓന്റെ സ്വഭാവം നന്നായിട്ടില്ലെങ്കിൽ ഓന്റെ നിസ്കാരത്തിനും നോമ്പിനും വിലല്ല. വേറെ ചില കുടുംബത്തിൽ നമ്മൾ കേൾക്കാറില്ലേ, ഉമ്മ നല്ല ഉമ്മയാ, പത്തിരിയാലും പത്തപ്പിരിയത്തുള്ള എല്ലാ ഖുർആൻ ക്ലാസ്സിലും ഉമ്മത്തും. പക്ഷെ പൊരേല് മക്കൾക്കായാലും മരിയക്കായാലും ഒരു സ്വൈര്യം നന്നാവുകൊണ്ട് കൊടുക്കൂല. ആരെ കണ്ടാലും പറയാനുള്ളത് മറ്റുള്ളവന്റെ കുറ്റവും കുറവും. വാ തുറന്ന പച്ചയിറച്ചി തിന്നുന്ന മാവാണെങ്കിൽ ഖുർആൻ ക്ലാസ്സേ ഉള്ളൂ, സ്വഭാവം നന്നായിട്ടില്ല. ഞാനിത് പറയുമ്പോ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നരുത് കേട്ടോ. ഇന്നിപ്പം പണ്ടുകാലത്ത് പറയുന്ന മാതിരി അത്തയ്യാത്തിൽ ഇരിക്കുമ്പം എപ്പം വിരൽ ചൂണ്ടണം, വിരലിങ്ങനെ ഇണക്കണോ, കൈ നെഞ്ചത്ത് കെട്ടണോ, ആദ്യമായിട്ട് കഴവ കാണുമ്പോ എന്ത് ചൊല്ലണം, ഇതൊക്കെ അവിടെ നിൽക്കട്ടെ, വേണ്ടാന്നർത്ഥത്തിലല്ല. ഇതൊക്കെ നന്നാക്കുന്ന മനുഷ്യന് സ്വഭാവം നന്നാക്കാൻ പറ്റിയിട്ടില്ലേ, ഒരു കുടുംബത്തിനും ദീനിന്റെ ഭംഗി ഉണ്ടാവൂല. ആൾക്കാർ പറയും നല്ല ദീനീ കുടുംബാന്ന്, പക്ഷെ പോരേലൊരു സ്വൈര്യം ഉണ്ടാവൂല, കുടുംബത്തിലൊരു സ്വതം ഉണ്ടാവൂല, ഒരു രാത്രി പോലും മനസമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റൂല. അതുകൊണ്ടാ ലോകത്തിന്റെ ഹബീബ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തിയതും, നിങ്ങൾക്ക് പടച്ചോൻ തരുന്നത് ഏത് രംഗമാണെങ്കിലും ആ രംഗത്ത് ഞാനൊരു നല്ല സ്വഭാവക്കാരനാണെന്ന് നമുക്കൊരാത്മവിശ്വാസം ഉണ്ടാവണം.